നിങ്ങൾക്കറിയാമോ ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറില് സൂപ്പർ സോൾജർ എക്സ്പെരിമെന്റ് നടത്തി സ്റ്റീവ് റോജേഴ്സ് ആ പോഡിൽ നിന്നും ഇറങ്ങി വരുമ്പോ പെഗ്ഗി കാർട്ടർ അദ്ദേഹത്തിന്റെ ചെസ്റ്റിൽ തൊട്ടിട്ട് ഒരു പ്രത്യേക റിയാക്ഷൻ ഇടുന്നുണ്ട്. അത് ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് വന്നതല്ല, മറിച്ച് പെഗ്ഗി കാർട്ടറായി അഭിനയിച്ച ഹെയ്ലി അറ്റ്വെല് ക്രിസ് ഇവാൻസിന്റെ ഫിസിക് ഒക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചെസ്റ്റിലൊക്കെ ഒന്ന് തൊട്ടപ്പോൾ ശരിക്കും ആ റിയാക്ഷൻ വന്നു പോയതാണെന്ന് പിന്നീട് ഒരു ഇന്റർവ്യൂവില് ഹെയ്ലി അറ്റ്വെല് പറയുന്നുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറില് ഹെയ്ൻസ് ക്രൂഗറിനെ ഫോളോ ചെയ്യുന്ന സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയെ ഹെയ്ൻസ് ക്രൂഗർ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സ്റ്റീവ് റോജേഴ്സ് വെടികൊള്ളാതിരിക്കാൻ ഒരു കാറിന്റെ ഡോറ് ഒരു ഷീൽഡ് പോലെ ഉപയോഗിക്കുന്നുണ്ട്. ഹെയ്ൻസ് ക്രൂഗർ സ്റ്റീവ് റോജേഴ്സിനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ സീനിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതോ ഒരു സ്ത്രീ തന്റെ ക്യാമറ ഉപയോഗിച്ച് സ്റ്റീവ് റോജേഴ്സിന്റെ ഫോട്ടോ എടുക്കുന്നത് കാണാം. ദ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറില് സാം വിൽസണും റോഡിയും ക്യാപ്റ്റൻ അമേരിക്കയുടെ മ്യൂസിയം കാണാൻ പോകുന്ന സമയത്ത് ഇവിടെ ഈ സീനിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് സ്റ്റീവ് റോജേഴ്സ് ഒരു കാറിന്റെ ഡോറ് ഷീൽഡ് പോലെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാം. 100ഓളം വർഷങ്ങൾക്ക് മുൻപ് ആ സ്ത്രീ എടുത്ത സ്റ്റീവ് റോജേഴ്സിന്റെ അതേ ഫോട്ടോ തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറില് ട്രെയിനിങ്ങിന്റെ ഇടയ്ക്ക് റിക്രൂട്ടുകളുടെ നേരെ കേണൽ ഒരു ഫേക്ക് ഗ്രനേഡ് വലിച്ചെറിയുന്നുണ്ട്. കേണൽ എറിഞ്ഞത് ഫേക്ക് ഗ്രനേഡ് ആണെന്ന് അറിയാതെ റിക്രൂട്ടായ സ്റ്റീവ് റോജേഴ്സ് മറ്റ് റിക്രൂട്ടുകളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രനേഡിന്റെ മുകളിലേക്ക് വീടുന്നുണ്ട്. ഇവിടെ സ്റ്റീവ് റോജേഴ്സ് മാത്രമല്ല റിക്രൂട്ടുകളെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഗ്രനേഡ് റിക്രൂട്ടുകളുടെ നേരെ കേണൽ എറിയുന്നത് കണ്ട പെഗ്ഗിയും അത് ഒരു ഫേക്ക് ഗ്രനേഡ് ആണ് എന്നറിയാതെ ആ ഗ്രനേഡിന്റെ അടുത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ യോഗ്യനായതുപോലെ പെഗ്ഗി കാർട്ടറും ക്യാപ്റ്റൻ അമേരിക്ക ആവാൻ യോഗ്യയാണ് എന്നതാണ്. പിന്നീട് വാട്ട് ഇഫ് എന്ന സീരീസിലും ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിലും സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്ക ആവുന്നതിന് പകരം പെഗ്ഗി കാർട്ടർ ക്യാപ്റ്റൻ കാർട്ടർ ആകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മിക്ക മൂവീസിലും സ്റ്റാൻലിയുടെ ക്യാമിയോ അപ്പിയറൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറിലും സ്റ്റാൻലിയുടെ ക്യാമിയോ അപ്പിയറൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ഒരു ജനറൽ ആയിട്ടാണ് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറിൽ ക്യാമിയോ അപ്പിയറൻസിൽ എത്തുന്നത്. ഇവിടെ ഈ സീനിൽ സ്റ്റാൻലിയുടെ സൈഡിലായിട്ട് നമുക്ക് മറ്റൊരാളെ കൂടെ കാണുവാൻ സാധിക്കും. അദ്ദേഹമാണ് റബ് ബ്രൗൺ. 1979 ക്യാപ്റ്റൻ അമേരിക്ക എന്ന മൂവിയിൽ സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക ആയിട്ട് വേഷമിട്ടത് റബ് ബ്രൗൺ ആണ്. ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചറിൽ സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്ക ഹൈഡ്രയുടെ പ്ലെയിനിൽ റെഡ് സ്കള്ളിനോട് പോരാടുന്ന സമയത്ത് ക്യാപ്റ്റൻ അമേരിക്കയോട് റെഡ് സ്കള്ള് ഇങ്ങനെ പറയുന്നുണ്ട്: അതിന് മറുപടിയായിട്ട് ക്യാപ്റ്റൻ അമേരിക്ക റെഡ് സ്കള്ളിനോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ റെഡ് സ്കള്ള് പറഞ്ഞത് പിന്നീട് സത്യമാവുകയാണ്. അതായത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ തൊട്ട് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ വരെ ക്യാപ്റ്റൻ അമേരിക്ക അവഞ്ചേഴ്സിനെയോ അമേരിക്കയെയോ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലെയും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെയും സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്യൂട്ടുകൾ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ഷോർട്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോയിൽ തന്നെ ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക.